വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. കോൺഗ്രസ് നേതൃത്വം DK ശിവകുമാറിനെ പോലുള്ളവരെ നേതൃനിരയിലേക്ക് പരിഗണിക്കാൻ താമസിച്ചത് എന്തുകൊണ്ടാണ്? ഇപ്പോഴാണ് DK കർണാടകയുടെ മുഖ്യമന്ത്രിയായത്. അതിനു മുൻപ് അദ്ദേഹം പലതവണ അതിന് അർഹത ഉണ്ടായിട്ടും കോൺഗ്രസ് അദ്ദേഹത്തെ തഴയുകയാണ് ചെയ്തത്. ഇതുതന്നെയാണ് പലയിടത്തും ഉണ്ടാകുന്ന സാഹചര്യം. ജ്യോതിരാദിത്യ സിന്ധ്യയെ കോൺഗ്രസ് കമൽനാഥിന് വേണ്ടി തഴഞ്ഞതുപോലെ സച്ചിൻ പൈലറ്റിനെ അശോക് ഗെഹ്ലോട്ടിന്റെ വിരോധത്തിന് മാത്രമാക്കാൻ കോൺഗ്രസ് അവിടെ ആക്ട് ചെയ്യുകയായിരുന്നു. കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ പല നേതാക്കളെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ജനകീയ അടിത്തറയുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തിയാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ദളിതനെന്നോ പിന്നോക്കമെന്നോ അല്ലെങ്കിൽ ജാതി വർണ്ണ ഭേദമന്യേ വേർതിരിവില്ലാതെ പ്രവർത്തിച്ചാൽ മാത്രമേ തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. ഗുജറാത്തിലെ ജിഗ്നേഷ് മേവാനിയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മധ്യപ്രദേശിലെ പ്രതിപക്ഷ നേതാവിനെയും നേതൃനിരയിലേക്ക് കൊണ്ടുവരണം. അതല്ലാതെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അദ്ദേഹത്തെ കറിവേപ്പില പോലെ കളയുന്ന സംസ്കാരം മാറ്റിയെഴുതുക എന്നുള്ളതാണ്. ഗുജറാത്തിൽ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചില നേതാക്കന്മാർ അഹമ്മദ് പട്ടേൽ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉപജാപക വൃന്ദങ്ങളായിട്ടുള്ള ഏതാനും ചില നേതാക്കന്മാരെ മാത്രം കോൺഗ്രസ് നേതൃനിരയിലേക്ക് പരിഗണിക്കും. അതിൻ്റെ ഫലം ഗുജറാത്തിൽ കോൺഗ്രസ് ഇന്നേവരെ പച്ചപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. 95-ന് ശേഷം BJP ചെറിയ വ്യത്യാസത്തിലെങ്കിലും അധികാരം നിലനിർത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ നേതൃനിരയിൽ മാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷം 2 കൊല്ലത്തിനകം 8 സംസ്ഥാനങ്ങളിൽ ഭരണമാറ്റം ഉണ്ടായേക്കാവുന്ന എല്ലാ സാധ്യതകളുമുണ്ട്. അതിൽ ഹിമാചൽ പ്രദേശിൽ ഭരണം നിലനിർത്തുന്നതിനോടൊപ്പം പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും കൃത്യമായി ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും. 2028 ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതിൽ മധ്യപ്രദേശ് മാത്രമാണ് സംശയിക്കേണ്ടത്. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസ് വിചാരിച്ചാൽ ചെയ്യാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. സംഭവ്യമായ കാര്യങ്ങൾ തന്നെയാണ് അധികാരം തിരിച്ചുപിടിക്കുക എന്നുള്ളത്. താഴെത്തട്ടിൽ ബൂത്ത് ലെവൽ വരെ പ്രവർത്തിക്കാൻ ഏജന്റുമാരും അവർക്ക് മുഴുവൻ സമയ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ടും കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ നിയമസഭാ സാമാജികരുടെ എണ്ണത്തിൽ കുത്തനെയുള്ള വർധനവ് ഈ അടുത്ത 24 മാസത്തിനുള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്.